ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അങ്ങനെ എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് കടന്നാലോ? നമ്മുടെ അശ്വിന്റെ കൈയിന്റെ മോതിരത്തിന്റെ അളവ് എടുക്കുവാട്ടോ അഞ്ജലി. ആ സമയത്ത് ശ്യാം വരുന്നുണ്ട്. എന്താ ചേച്ചി അനിയനും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? കണ്ടില്ലേ ശ്യാമേട്ടാ, ഇവന് വിവാഹ നിശ്ചയമാണ്, എന്നിട്ട് അതിന് സമയം ചിലവാക്കാൻ പോലും ഇവനില്ല എന്ന് പറയുമ്പോഴേക്കും ശ്യാം പറയുന്നുണ്ട്, അതിനിപ്പോ ഇങ്ങനത്തെ ഒരു രാജകുമാരി എല്ലായിടത്തും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല, എല്ലാം നോക്കിക്കണ്ട് നടത്താൻ എന്റെ രാജകുമാരി ഉണ്ടല്ലോ. മതി മതി. അതെ കുഞ്ഞ, ഇനി ഒരു ടാപ്പ് എടുക്കണം നിന്റെ കുർത്തയുടെ അളവെടുക്കാനായിട്ട്. എന്ത് കുർത്തയോ? എനിക്ക് കുർത്തയൊന്നും വേണ്ട. പിന്നെ നീ ഈ സ്യൂട്ടും കോട്ടൊക്കെ ഇട്ടിട്ടാണോ നിശ്ചയത്തിന് വരാൻ പോണത്? ദേ കുഞ്ഞ, നോക്ക്, നല്ല കുർത്ത എടുത്തിട്ട് വന്നാൽ നല്ല രസമായിരിക്കും നിന്നെ കാണാനായിട്ട്. നിനക്ക് കുർത്ത മതി എന്നിങ്ങനെ പറയാണ്. ആ സമയത്ത് നമ്മുടെ ശ്യാം പറയുന്നുണ്ട്, അതേ അളിയ, ആ കാര്യത്തിൽ ഞാൻ എന്റെ പ്രിയംവദനെ കൂട്ടിയിട്ടാണ് നിൽക്കുന്നത്. അളിയൻ എപ്പോഴും 24 മണിക്കൂറും ഈ കോട്ട് ഇട്ടിട്ടാണ് നിൽക്കുന്നത്. അതിൽ നിന്നൊരു റിലീഫ് വേണ്ടേ? എന്തായാലും കുർത്ത തന്നെയായിരിക്കും നല്ലത്. നല്ല ബ്രൈറ്റ് കളറാണ് അളിയനെ നന്നായിട്ട് ചെയ്യേണ്ടത് എന്ന് ശ്യാം പറയുമ്പോഴേക്കും അഞ്ജലി പറയുന്നുണ്ട്, അങ്ങനെ ഒരുപാട് ബ്രൈറ്റ് വേണ്ട. ശരിയാ, ബ്രൈറ്റ് കളർ തന്നെ ഇവന് ചേരണത്. എന്നാലും ഒരുപാട് ബ്രൈറ്റ് വേണ്ട. ഞാനൊരു കാര്യം ചെയ്യാം, ഒരു 3-4 ഡ്രസ്സ് കരുതാം. ഇവന്റെ മനസ്സ് എപ്പോഴാ മൈൻഡ് മാറണത് എപ്പോഴാ പറയാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കുർത്തിയുടെ കളവെടുക്കാൻ പോകുമ്പോഴേക്കും അശ്വിൻ പറഞ്ഞു, ഓ ചേച്ചിയുടെ ഇഷ്ടം പോലെ എന്താന്ന് വെച്ചാൽ ചെയ് എന്ന് പറഞ്ഞിട്ട് അശ്വിൻ അവിടെ നിന്ന് പോകുവാട്ടോ. അതിനുശേഷം നമ്മുടെ ശ്യാം പറയുന്നുണ്ട്, അതേ രാജകുമാരി, ഞാൻ പൊയ്ക്കോട്ടെ? അല്ല ശ്യാമേട്ടൻ എവിടെ എങ്ങോട്ടേക്കാ പോണത്? അല്ല ഇന്ന് വൈകുന്നേരം നീ എന്റെ കൂടെ ഔട്ടിങ്ങിന് വരുന്നില്ലെന്ന് പറഞ്ഞല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്റെ പണിയൊക്കെ തീർത്തോട്ടെ. എനിക്ക് കുറച്ച് പണി കൂടി ബാക്കിയുണ്ടായിരുന്നു. നാളത്തേക്കുള്ള വർക്കും കാര്യങ്ങളൊക്കെ ഇന്ന് തന്നെ തീർത്തു വെക്കുകയാണെങ്കിൽ നാളെ കുറച്ച് ഫ്രീ ആയിട്ട് ഇരിക്കാലോ. ശരി ശ്യാമേട്ട എന്ന് പറഞ്ഞിട്ട് പറയാണ്. അതിനുശേഷം ശ്യാം പറഞ്ഞിട്ട്, ചിലപ്പോ ഇന്ന് രാത്രി ഞാൻ കാണില്ല കേട്ടോ, കുറച്ച് വർക്ക് അധികം തീർക്കാനുണ്ട്. ശരി എന്ന് അഞ്ജലി പറയാണ്. അങ്ങനെ ശ്യാം അവിടെ നിന്ന് പോകുവാട്ടോ. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ആകാശിനെയാണ്. ആകാശ് ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ ഫോണിലിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മനോരമ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അതിനുശേഷം മനോരമ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് ആകാശിന്റെ കയ്യിലേക്ക് ഇങ്ങനെ ഒരു ഫോട്ടോ എടുത്ത് ആകാശിന്റെ കയ്യിലേക്ക് കൊടുക്കുക കേട്ടോ. ഇതെന്താ അമ്മയെന്ന് ചോദിക്കുമ്പോൾ, കണ്ടിട്ട് മനസ്സിലായ ഇതാണ് ഒരു പെണ്ണ് എന്ന് പറയാണ്. ഇതെന്തിനാ എന്റെ കയ്യിൽ തന്നത്? എടാ, നിനക്ക് ആലോചനയായിട്ട് കൊണ്ടുവന്നത് ഞാന്. ഈ പെണ്ണിന്റെ മുഖം നീ ഒന്ന് നോക്കിയേ, എന്തൊരു ഭംഗിയാണ് ആ പെണ്ണെ കാണാൻ. ഭംഗി മാത്രല്ല, ഭയങ്കര റിച്ച് ഫാമിലിയാ. അവളുടെ കണ്ണ് കണ്ടില്ലേ, എന്തൊരു പ്രകാശം, മൂക്കും ചുണ്ടൊക്കെ എന്ത് ഭംഗിയാ കാണാനായിട്ടല്ലേ. നിനക്കൊരു കാര്യം അറിയാവോ? ഈ പെണ്ണിനെ ദുൽഖർ സൽമാന്റെ നായികയായിട്ട് വിളിച്ചതാണത്രേ. എന്തായാലും നീ ഈ പെണ്ണെ കെട്ടുവാണെങ്കിൽ ഭയങ്കര സന്തോഷവും മോനെ, അമ്മക്ക് ഭയങ്കര സന്തോഷവും ബേബി എന്ന് പറയാണ്. ഷോ, അമ്മക്കൊരു പണിയില്ലേ? ദേ നോക്ക്, നാളെ നമുക്ക് ആറ്റിങ്ങൽ വരെ ഒന്ന് പോവാം ഈ പെണ്ണിനെ പെണ്ണ് കാണാനായിട്ട്. അതെ, അമ്മ ഒരു കാര്യം ചെയ്യും, അമ്മ ആറ്റിങ്ങൽ പോയിട്ട് ഈ പെണ്ണിനെ പെണ്ണ് കാണാൻ മാത്രമല്ല ഈ ആ പെണ്ണിനെ പറ്റിയ ഒരു ചെക്കനെ കൂടി കണ്ടുപിടിക്കും, എന്റെ രണ്ടുപേരുടെ കല്യാണം നടത്തിയേക്ക് എന്ന് പറയാണ്. ആഹാ, നിന്റെ ജോക്കൊന്നും ഇവിടെ ചെലവാവില്ല. ദേ മര്യാദയ്ക്ക് സമ്മതിക്കാൻ നോക്കുക ആകാശ് എന്ന് പറയുമ്പോൾ, ഈ അമ്മ തലക്ക് ഒരു സൗകര്യം തരില്ലേ എന്ന് പറഞ്ഞിട്ട് ആകാശ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാട്ടോ. ആ സമയത്ത് അഞ്ജലി വരുന്നുണ്ട്. എന്താ ആന്റി, കണ്ടില്ലേ ഇവന്റെ മനസ്സ് എന്താന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എത്ര നല്ല ഭംഗിയുള്ള പെണ്ണുങ്ങളെ കാണിച്ചാലും ഇവനെ പിടിക്കുന്നില്ലല്ലോ അഞ്ജലി ബേബി എന്ന് പറയുമ്പോൾ, അതെ ആന്റി അതൊന്നും ഓർത്ത് തല പുണ്ണാക്കണ്ട. അവൻ ഇഷ്ടപ്പെട്ട പെണ്ണിനെ അവൻ തന്നെ കണ്ടുപിടിച്ചോളും. അയ്യോ, നോ 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 നോ, അങ്ങനെ അവൻ ഇഷ്ടപ്പെട്ട പെണ്ണിനെ കല്യാണം കഴിക്കാൻ ഞാൻ സമ്മതിക്കുന്നില്ല. ഞാൻ നല്ല റിച്ചും നല്ല സൗന്ദര്യമുള്ള പെണ്ണിനെ മാത്രമേ അവന് വേണ്ടി കണ്ടുപിടിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ശ്രുതിനെയാണ്. ശ്രുതി ഫോൺ വിളിച്ചിട്ട് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് ഏൽപ്പിക്കുക കേട്ടോ. അതെ അതെ, 50 ലഡു, 50 മൈസൂർ പാക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരോ കാര്യങ്ങൾ ഒരു ബേക്കറി വിളിച്ച് പറയുവാണ്. അത് എനിക്ക് ഉണ്ടാക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഓർഡർ തരുന്നത്. അതെ അതെ, ഇതെല്ലാം ഉണ്ടാക്കണം. ഓ അതൊക്കെ ഞാൻ പിന്നീട് പറഞ്ഞോളാം. ഓ എന്തൊക്കെ അറിയണം എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുവാണ്. ഓരോരുത്തരുടെ ഓരോരോ ചോദ്യങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും ശ്യാം അങ്ങോട്ടേക്ക് വരുന്നു കേട്ടോ. അല്ല ശ്രുതി, എന്തോ ടെൻഷനിലാണെന്ന് തോന്നണല്ലോ. ഞാൻ ടെൻഷനിലൊന്നുമല്ല എന്ന് ശ്രുതി പറയാണ്. അല്ല, തനിക്ക് എന്തൊരു ടെൻഷനുണ്ട്? ഓ, ആ അശ്വിൻ സാരമ്മയുടെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും താനാണല്ലേ നോക്കണത്, അതിന് ടെൻഷൻ ആയിരിക്കും അല്ലേ? അല്ല, അവിടുത്തെ കാര്യങ്ങളൊക്കെ എല്ലാം ഞാനാ നോക്കണെന്ന് ശ്യാം സാറിനോട് ആരാ പറഞ്ഞത്? അല്ല, എനിക്കങ്ങനെ തോന്നി. അല്ലല്ല, ശ്യാം സാർ അങ്ങനെയല്ല പറഞ്ഞത്. അവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാനാ നോക്കുന്ന രീതി തന്നെയാ പറഞ്ഞത്. അല്ല, ശ്യാം സാറിന് അത് എങ്ങനെ മനസ്സിലായി? അത് പറ ആദ്യം എന്ന് പറയുമ്പോൾ, അയ്യോ സത്യമായിട്ട് ശ്രുതി, ഞാൻ അത് ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ താൻ ആ അശ്വിൻ സാറിന്റെ വീട്ടിൽ പോകുന്നത് പണിയൊക്കെ കുറച്ച് കുറയ്ക്കേണ്ടതാ നല്ലത് കേട്ടോ. കാരണം നമ്മുടെ കല്യാണം കഴിയുമ്പോൾ താൻ ആ ജോലിക്ക് പോകാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് അവരായിട്ടുള്ള അറ്റാച്ച്മെന്റ് കുറച്ച് കുറയ്ക്കേണ്ടതാ നല്ലത് എന്ന് പറയുമ്പോൾ ശ്രുതി ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. എന്താണ് തന്നെ ആലോചിക്കണത് എന്ന് ശ്യാം ചോദിക്കുമ്പോൾ ശ്രുതി പറയുന്നുണ്ട്, അതെ ഇന്ന് അഞ്ജലി മാഡത്തിന് ഒരു കോൾ വന്നിരുന്നു. ഞാൻ ഫോൺ എടുത്തപ്പോ ശ്യാം സാറിന്റെ അതേ സൗണ്ടിലുള്ള ഒരാളാണ് സംസാരിച്ചത്. എന്റെ സൗണ്ടിലുള്ള ആളോ? അതിനെനിക്കിന്ന് ഓഫീസിൽ നിന്ന് ഫോൺ എടുക്കാൻ പോലും പറ്റിയില്ലല്ലോ എന്ന് പറയുമ്പോൾ, അതിന് ശ്യാം സാറാ വിളിച്ചത് ഞാൻ പറഞ്ഞല്ലോ. ശ്യാം സാറിന്റെ അതേ സൗണ്ട് എന്നല്ലേ ഞാൻ പറഞ്ഞത്? അതെ അതെ, ഞാൻ എന്തോ പറഞ്ഞപ്പോ മാറിപ്പോയതാ. ശരി ശ്രുതി എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് മുങ്ങുവാട്ടോ ശ്യാം. ശ്യാം അവിടുന്ന് പോകുമ്പോഴേക്കും
നമ്മുടെ ശ്രുതി ഇങ്ങനെ മനസ്സിലിങ്ങനെ വിചാരിക്കുകയാണ്, എന്തൊക്കെയോ ഡൗട്ടുള്ള പോലെ ശ്യാമിനെ കുറിച്ച് ഇങ്ങനെ ആലോചിക്കുക കേട്ടോ. ശേഷം നമ്മുടെ ശ്രുതി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ അമ്മയും അതുപോലെ തന്നെ നമ്മുടെ പ്രീതിയും കൂടി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്താ ശ്രുതി നീ ആലോചിക്കണതെന്ന് പറയുമ്പോൾ എനിക്കെന്തോ വല്ലാത്തൊരു ടെൻഷൻ പോലെ എന്തൊക്കെയോ സംശയങ്ങൾ എൻ്റെ മനസ്സിൽ എന്ന് പറയുമ്പോൾ അമ്മ പറയുന്നുണ്ട്, അതെ കല്യാണം അടുത്തു വരുമ്പോഴേക്കും എല്ലാ പെൺകുട്ടികൾക്കും ഈ സംശയം ഉണ്ടാവും. നമ്മൾ ഈ ജീവിതത്തിൽ നിന്ന് മാറി വേറൊരു ജീവിതത്തിലേക്ക് കടക്കുമല്ലേ, അതിന്റെ സംശയവും ടെൻഷനും ഒക്കെ. ഓ, ഈ അമ്മ എന്തൊക്കെയാ പറഞ്ഞത്? ഞാൻ കല്യാണത്തിന്റെ ടെൻഷനെ കുറിച്ചല്ല അമ്മ പറഞ്ഞത്. വേറെ എന്തൊക്കെയോ സംശയങ്ങൾ എൻ്റെ മനസ്സിലുണ്ട്. വേറെ എന്ത് സംശയമോ? വേറൊരു സംശയമില്ല. നിനക്ക് ഇതിനെക്കുറിച്ചുള്ള ടെൻഷനാ, അതിനെക്കുറിച്ചുള്ള സംശയമാണ്. എടി കല്യാണ പ്രായമാകുമ്പോൾ എല്ലാ പെണ്ണുങ്ങൾക്കും ഇതൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറയണു. ഓ, ഈ അമ്മയുടെ ഒരു കാര്യം എന്ന് പറയാണ്. ആ സമയത്ത് നമ്മുടെ അമ്മ പറയുന്നുണ്ട്, നിനക്ക് കണ്ടുപിടിച്ച പോലെ തന്നെ നല്ലൊരു പയ്യന്, ഷാമോനെ പോലത്തെ നല്ലൊരു പയ്യൻ പ്രീതിക്ക് കൂടി കണ്ടുപിടിക്കണം. ഇനി അതാ അമ്മയുടെ അച്ഛന്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്തം, ഏറ്റവും വലിയ കാര്യം എന്നൊക്കെ പറയുമ്പോൾ പ്രീതി അവിടെ നിന്ന് പോകുവാട്ടോ വിഷമിച്ചിട്ട്. പ്രീതി അവിടെ നിന്ന് പോകുമ്പോഴേക്കും ഇവൾക്കിതെന്തു പറ്റി എന്ന് അമ്മ ഇങ്ങനെ വിചാരിക്കുവാണ്. മോളെ പ്രീതി എന്ന് പറഞ്ഞിട്ട് പുറകിലേക്ക് പോകാൻ പോകുമ്പോഴേക്കും ശ്രുതി പറയണ്ട, അമ്മ പോകണ്ട, ഞാൻ ചേച്ചിയെടുത്ത് ചോദിക്കാം എന്ന് പറഞ്ഞിട്ട് ശ്രുതി അകത്തേക്ക് പോകണം. അപ്പൊ ആ സമയത്ത് പ്രീതി മുറിയിൽ വിഷമിച്ചിരിക്കുകയായിരിക്കും കേട്ടോ. അല്ല ചേച്ചി, ചേച്ചി എന്താ പെട്ടെന്ന് വിഷമിച്ചത്? ചേച്ചി കരഞ്ഞുവല്ലോ. ഞാൻ കരഞ്ഞൊന്നുമല്ല. ചേച്ചി എന്നോട് വെറുതെ കള്ളം പറയണ്ട കേട്ടോ. ചേച്ചി കരഞ്ഞു, ഞാൻ കണ്ടു. എന്താ ചേച്ചി കാര്യം എന്ന് ചോദിക്കുകയാണ്. ചേച്ചിക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ? എനിക്കൊരു വിഷമവുമില്ല. എന്നിട്ട് ചേച്ചിയുടെ മുഖത്ത് അത് കാണുന്നില്ലല്ലോ, ഒരു ചിരിയൊന്നുമില്ലല്ലോ. അപ്പോഴേക്കും പ്രീതി ഒന്ന് ചിരിച്ചു കാണിക്കുകയാണ്. മതിയോ എന്ന് ചോദിക്കുമ്പോ, ആ ഇപ്പൊ തൽക്കാലത്തേക്ക് ഇത് മതി. പക്ഷെ ചേച്ചിയുടെ ആ ചക്കര ചിരി അത് മുഖത്തുനിന്ന് എവിടെയൊക്കെയോ മാഞ്ഞു പോയിട്ടുണ്ട് എന്ന് ശ്രുതി പറയുവാട്ടോ. അതിനുശേഷം ശ്രുതിയും പ്രീതിയും കൂടി കെട്ടിപ്പിടിക്കാണ്. എനിക്കൊന്നുമില്ലടി എന്നൊക്കെ പറഞ്ഞിട്ട് അവർ തമ്മിൽ കെട്ടിപ്പിടിക്കുവാട്ടോ. അതിനുശേഷം ആകാശാണെങ്കിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അഞ്ജലി വരുന്നുണ്ട്. നോക്കിക്ക് ആകാശ്, ഇൻവിറ്റേഷൻ ലെറ്റർ എഴുതാനുള്ള കണ്ടന്റ് ഇത്ര മതിയോ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്നൊക്കെ കാണിച്ചു കൊടുക്കുവാണ്. ആ മതി ചേച്ചി, പിന്നെ ഓഫീസിൽ കൊടുക്കാൻ വേറൊരു ഇത് എഴുതണം. അതൊക്കെ ഞാൻ എഴുതിക്കോളാം. പിന്നെ ആകാശേ, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. നീ ഒന്ന് ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ കുഞ്ഞിന്റെ കല്യാണത്തിന്റെ കൂടെ ഒരു കല്യാണം കൂടി നടത്താം, നിന്റെ കല്യാണം എന്ന് പറയുമ്പോൾ നമ്മുടെ ആകാശ് ഇരിക്കും കേട്ടോ. അത് പറഞ്ഞപ്പോ ചെക്കന്റെ നാണം കണ്ടില്ലേ? അല്ലടാ, നീ പ്രീതിയെടുത്ത് നിന്റെ ഇഷ്ടം പറഞ്ഞായിരുന്നോ? അത് പറയേണ്ട ആവശ്യമുണ്ടോ ചേച്ചി? ആ കുട്ടിക്ക് അതൊക്കെ മനസ്സിലായിക്കൂടെ? എടാ, മനസ്സിലാക്കാൻ പറ്റാതെ നിനക്ക് പറയാനൊന്നും പറ്റത്തില്ലേ എന്ന് പറയുമ്പോ, ഞാൻ ഏറെക്കുറെയൊക്കെ സംസാരിച്ചിട്ടുണ്ട് ചേച്ചി. ആഹാ, അങ്ങനെ പറ. എന്നിട്ട് അവളെന്ന് മറുപടി പറഞ്ഞു? അവള് മറുപടി ഒന്നും പറഞ്ഞില്ല. മറുപടി ഒന്നും പറഞ്ഞില്ലേ? ഇല്ല ചേച്ചി, അവളൊന്നും മിണ്ടാതെ പോയി. അപ്പോ അതിനർത്ഥം ഒന്നില്ലെങ്കിൽ അവൾക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്, അല്ലെങ്കിൽ ചിലപ്പോൾ ഇതിനോട് താല്പര്യം ഉണ്ടാവില്ലായിരിക്കും. എടാ, ചില പെണ്ണുങ്ങൾ ചില കാര്യങ്ങൾ ഫസ്റ്റ് തന്നെ പറയണമെന്നില്ല. നമ്മൾ വീണ്ടും വീണ്ടും അവരുടെ മുമ്പിൽ മനസ്സ് തുറക്കണം. നീ അവളോട് കാണിക്കുന്ന സ്നേഹം ആത്മാർത്ഥമായിട്ടാണെന്ന് അവൾക്ക് തോന്നണം. അപ്പൊ അവളെ മനസ്സ് നിന്റെ മുമ്പിൽ തുറന്നോളും എന്നൊക്കെ പറയുവാണ്. ശരി ചേച്ചി, അതുകൊണ്ട് നീ ഇനി അവളെ കാണുമ്പോൾ നിന്റെ മനസ്സിലുള്ള കാര്യങ്ങൾ വീണ്ടും വീണ്ടും അവളോട് പറയാൻ വേണ്ടി ശ്രമിക്കണം. തീർച്ചയായിട്ടും അവൾ നിന്റെ മുമ്പിൽ മനസ്സ് തുറക്കോടാ എന്നൊക്കെ പറഞ്ഞിട്ട് അഞ്ജലി അവിടുന്ന് പോകുവാട്ടോ. ആകാശം പിന്നീട് അതിനെക്കുറിച്ച് ആലോചിക്കുവാണ്. അങ്ങനെ പ്രീതി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ശ്രുതി വരുന്നുണ്ട്. അല്ല ചേച്ചി, ചേച്ചി എന്താ ആകെ വിഷമിച്ചിരിക്കുന്ന പോലെ? ഞാൻ ചേച്ചിയെടുത്ത് ഒരു കാര്യം ചോദിച്ചോട്ടെ? 2 ദിവസം ചോദിക്കണമെന്ന് വിചാരിക്കണത് എന്താ? നീ ചോദിച്ചോ. അല്ല, നീ ചോദിക്കാൻ വന്നത് എന്താന്ന് എനിക്ക് മനസ്സിലായി. ഓഹോ, ചേച്ചിക്ക് മനസ്സിലായോ? എന്നാ ചേച്ചി പറ, ഞാൻ എന്താ ചോദിക്കാൻ വന്നത്? അല്ല, അതിനിപ്പോ നീ തന്നെ പറ എന്ന് പ്രീതി പറയുവാണ്. ആ സമയത്ത് ശ്രുതി ചോദിക്കുന്നുണ്ട്, അല്ല ചേച്ചി, എന്നോട് പറയാൻ പറ്റാത്ത എന്തെങ്കിലും കാര്യം ചേച്ചിയുടെ മനസ്സിലുണ്ടോ? എന്റെ മനസ്സിലോ? എന്ത് കാര്യം? എനിക്കങ്ങനെയൊന്നുമില്ല ശ്രുതി. അല്ല, എന്നോട് പറയാനോ ഷെയർ ചെയ്യാനോ മറ്റുള്ളവർക്ക് ആർക്കും പറയാൻ പറ്റാത്തതുമായിട്ടുള്ള എന്തൊരു കാര്യം ചേച്ചിയുടെ മനസ്സിലുള്ള പോലെ എനിക്ക് തോന്നുന്നുണ്ട്. സത്യമല്ലേ ചേച്ചി എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല ശ്രുതി, അങ്ങനെ ഒന്നുമില്ല. സത്യമാണ് ചേച്ചി പറയണത്. അതേന്നേ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നിന്നോട് പറയാതിരിക്കും. എന്റെ എല്ലാ കാര്യങ്ങളും നിനക്കറിയാലോ. നിന്റെ അടുത്ത് ഞാൻ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാറുള്ളതല്ലേ. എന്റെ മനസ്സിൽ അങ്ങനെ ഒന്നുമില്ല ശ്രുതി എന്ന് പറയാണ്. ശരി, ഞാൻ വിശ്വസിച്ചു എന്ന് പറയുമ്പോൾ, സത്യമാടി ഒന്നുമില്ല, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ആദ്യം നിന്നോട് തന്നെ പറയും, കേട്ടല്ലോ എന്ന് പറയാണ്. അതിനുശേഷം പ്രീതി അവിടുന്ന് പോകുവാട്ടോ. ശ്രുതിക്ക് എന്തോ വളരെ സംശയം തോന്നുന്നു പ്രീതിയുടെ കാര്യത്തില്. അങ്ങനെ പ്രീതി അപ്പുറത്തെ റൂമിലേക്ക് കയറിയിട്ട് വാതിലടച്ചിട്ട് പൊട്ടിക്കരയുവാട്ടോ. അതിനുശേഷം കട്ടിലേക്ക് കിടന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രീതിനെ കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.